തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, മാൽക്കം മാഗ്രിഡ്ജ് എന്ന പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ മദർ തെരേസയെക്കുറിച്ച് കേൾക്കുകയും മദറിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും കാണുവാനുമായിട്ട് കൽക്കട്ടയിലേക്ക് വരികയും ചെയ്തു. മാൽക്കം മാഗ്രിഡ്ജിന് ദൈവവിശ്വാസമില്ലായിരുന്നു. എന്നാലും മദർ തെരേസ കൽക്കട്ടയിലെ തെരുവുകളിൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒത്തിരിയധികമായി ആകർഷിച്ചു. അങ്ങനെ മാൽക്കം മാഗ്രിഡ്ജ് കുറേ കാലം മദറിൻ്റെ കൂടെ കൽക്കട്ടയിൽ താമസിച്ച് മദറിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ മാൽക്കം മാഗ്രിഡ്ജ് ആ പുസ്തകം മദറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മദർ ഈ പുസ്തകത്തിനൊരു പേരിടണം. അപ്പോൾ മദർ തെരേസ ആദ്യം പറഞ്ഞു, താങ്കളാണല്ലോ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, താങ്കൾ തന്നെ പേരിടുക. അപ്പോൾ മാൽക്കം മാഗ്രിഡ്ജ് വീണ്ടും മദറിനോട് പറഞ്ഞു, മദറിനെക്കുറിച്ചുള്ള ജീവിതമാണ്, മദർ തന്നെ ഇതിനൊരു പേരിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അവസാനം മദർ ആ പുസ്തകമെടുത്ത് ദിവികാരുണ്യനാഥന് മുമ്പിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവസാനം ആ പുസ്തകത്തിന് മദർ തന്നെ ഒരു പേരിട്ടു. ആ പേരിതായിരുന്നു, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, ദൈവത്തിനു വേണ്ടി മനോഹരമായ ഒന്ന്. ആ പേര് കണ്ടപ്പോൾ, അങ്ങനെ പേരിടാൻ പറഞ്ഞപ്പോൾ മാൽക്കം മാഗ്രിഡ്ജ് മദറിനോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിടുന്നത്? സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ മേ ബി അബൌട്ട് മൈ ലൈഫ് എന്നോ എന്തെങ്കിലും ആ വ്യക്തിയുടെ പേര് വെച്ചാണ് സാധാരണ പുസ്തകങ്ങൾ വരാറ്. പക്ഷേ എന്തുകൊണ്ടാണ് മദർ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നൊരു പേരിടാൻ കാരണമെന്ന് മാൽക്കം മാഗ്രിഡ്ജ് മദറിനോട് ചോദിച്ചു. അപ്പോൾ മദർ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്. ഓരോ ദിവസവും ഞാൻ ദിവസം തുടങ്ങുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, അങ്ങേക്ക് വേണ്ടി മനോഹരമായ എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ ഇന്ന് അനുവദിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് അതുമാത്രമാണ്, ദൈവത്തിന് മുമ്പിൽ മനോഹരമായത് ചെയ്യണം എന്നൊരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിനും എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിനും ഈ പേര് മതി, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് മുമ്പിൽ പ്രീതികരമാകുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? ദൈവത്തിന് മുമ്പിൽ സുന്ദരമായൊരു ജീവിതം നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? ദൈവം എന്നെ നോക്കി പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യബോധമുണ്ടാകട്ടെ. എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഇടപെടലിലും ഞാൻ എന്ത് ചെയ്താലും അത് ദൈവത്തിന് പ്രീതികരമായിരിക്കണം. എന്നെ നോക്കി ദൈവം പുഞ്ചിരിക്കണം, എന്നെ നോക്കി ദൈവം സന്തോഷിക്കണം. ദൈവത്തിനു വേണ്ടി മനോഹരമായ എന്തെങ്കിലും എല്ലാ ദിവസവും ചെയ്യണം എന്നൊരാഗ്രഹത്തോടുകൂടി നമുക്ക് നമ്മുടെ ദിവസങ്ങളെ അഭിമുഖീകരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.